പുനലൂർ നഗരസഭയിൽ പുതുതായി അനുവദിച്ച പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ശനിയാഴ്ച സംഘടിപ്പിച്ചു. വാളക്കോടാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ആയുർവേദ രംഗത്തെ സമഗ്ര പുരോഗതിയും സാർവത്രികമായ ചികിത്സയും ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ വർഷം 25 ആയുർവേദ ഡിസ്പെൻസറികളാണ് സ്ഥാപിച്ചത്. അതിൽ കൊല്ലം ജില്ലയ്ക്ക് 4 ഡിസ്പെൻസറികൾ ലഭിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പുനലൂരിൽ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രവും അനുവദിച്ചത്. സംസ്ഥാനത്തെ 3ാമത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് പുനലൂരിൽ ആരംഭിച്ചത്. വിപുലമായ ഉദ്ഘാടനം മന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ച് അടുത്ത മാസം സംഘടിപ്പിക്കും. പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു സ്വാഗതം പറഞ്ഞു. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സത്യത്തിൽ അവരെല്ലാം ഈ അവസരത്തിൽ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. എങ്കിലും ഇവിടെ നമുക്ക് ആവശ്യം ഡിസ്പെൻസറി അല്ല, ഒരു ആശുപത്രിയാണ്, പ്രകൃതി ചികിത്സ ആശുപത്രിയാണ്. അപ്പോൾ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ചികിത്സാ രീതിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേതെങ്കിലും സ്ഥലം കൂടെ ആവശ്യമാണെങ്കിൽ അതും നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിയും. ഡിഎംഒ ഡോക്ടർ വി കെ ശശികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൌൺസിലർമാരായ എസ് എം ഖലീൽ, ഡി ദിനേശൻ, എം എസ് ബുഖാരി, ഓമനക്കുട്ടനുണ്ടിത്താൻ, വസന്താരഞ്ജൻ, സുശീല രാമചന്ദ്രൻ, രാധാമണി വിജയാനന്ദ്, അഡ്വക്കേറ്റ് പി എ അനസ്, മിനി മധുകുമാർ, മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണൻ, കേന്ദ്ര നാളികേര വികസന ബോർഡ് ചെയർമാൻ ഡി ധർമ്മരാജൻ, നഗരസഭാ സെക്രട്ടറി സി സുജേതാകുമാരി, സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം ജോബോയ് പെരേര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.